ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്ടെയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. കോക്ടെയിൽ തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പപ്പായയുടെ പകുതിയാണ്. ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത പപ്പായ വേണം കേട്ടോ, എന്നാലേ കോക്ടെയിലിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 ക്യാരറ്റാണ്. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇടാം. അതിലേക്ക് തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രോസൺ മിൽക്കാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല പോലെ ഐസ് പോലെ ആക്കി എടുക്കണം കേട്ടോ, എന്നാലേ കോക്ടെയിലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല തിക്കായി കിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം ഇത് നോക്കിയിട്ട് വേണം കേട്ടോ. ഐസ്ക്രീമിന് മധുരമുണ്ട്, പപ്പായ നന്നായി പഴുത്തതാണ്, അതിനും മധുരമുണ്ട്. അപ്പം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്കിത് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല തിക്കായിട്ട് കേട്ടോ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കോൺഫ്ലേക്സ്, പിന്നെ കാഷ്യൂനട്ട്, കുറച്ച് മുന്തിരി, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ മസ്റ്റാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ കുടിക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. നമുക്കിതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കോക്ടെയിൽ തയ്യാറാക്കി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടോ. ഇത് പറയുന്ന പോലെയല്ല, നിങ്ങൾ തയ്യാറാക്കി നോക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മീതെ അല്പം കോൺഫ്ലേക്സും കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്ടെയിൽ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.